സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ മക്കളെ, പരിശുദ്ധ അമ്മ, സഹനത്തിൻ്റെ അമ്മ, എത്ര ഉപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ, നിലയ്ക്കാത്ത അപേക്ഷകളുമായി ക്രൂശിതന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ, ഇന്നേ ദിവസം അമ്മയുടെ ആഹ്വാനങ്ങൾ സ്വീകരിക്കാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. അമ്മ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. ഇന്നലെ അമ്മ പറഞ്ഞു, മക്കളെ, മരീചികയിൽ വെള്ളമന്വേഷിക്കുന്ന മക്കളായി തീരരുത് നിങ്ങൾ. യേശുവിനെ കൂടാതെ ഒരു സത്യമില്ല, ഒരു മാർഗവുമില്ല. എന്തെന്നാൽ ഇതാ, അവൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ അവൻ്റെ കയ്യിലുണ്ട്. മക്കളെ, യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിക്കുക, വിശ്വസിക്കുക, മനസ്തപിക്കുക, അനുതപിക്കുക, പാപത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. ഈ അമ്മ നിങ്ങളെ സഹായിക്കാം. പാപത്തിൻ്റെ പീഡനം അതിൻ്റെ നിത്യതയായ നരകത്തിലേക്കാണ് നിങ്ങളെ നയിക്കുക. ഇതാണ് രക്ഷയുടെ സമയമെന്നറിയുക. അതുകൊണ്ട് പാപമാർഗങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം, മാനസാന്തരം സ്വീകരിക്കാം. ഒരു ജീവിതം കൊണ്ട് പൂർത്തീകരിക്കേണ്ട അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പാപത്തിൻ്റെ പീഡനം നിത്യനരകമാണ് നമുക്ക് നൽകുക. പാപത്തെ ഉപേക്ഷിച്ചുള്ള വിശുദ്ധി നിറഞ്ഞ ജീവിതം നിത്യരക്ഷയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സർവനന്മകളുടെയും വിരോധിയായ പൂർവശത്രു പരീക്ഷകൾ നിർത്താതെ ജാഗരൂകരല്ലാത്തവരെ കെണിയിൽ വീഴിച്ചുകൊണ്ട് എൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും തകർക്കാൻ അക്ഷീണം ശ്രമിക്കുന്നു. മക്കളെ, യേശുവിൻ്റെ ഉദ്ദേശങ്ങളോട് യോജിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ജീവിക്കുക. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നതുമായ സുഗന്ധ അഭിഷേകത്തെക്കുറിച്ച് പരിഹാസങ്ങൾ സ്വീകരിക്കുവാനും ശാന്തതയുടെയും വിശുദ്ധിയുടെയും ജീവിതം നയിക്കുവാനും ഒരുങ്ങുക. പല സന്ദർഭങ്ങളിലും പല വിധത്തിലും പലർക്കും അഭിഷേകമായി അത് ലഭിക്കാമെങ്കിലും എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ, ഈ ഭവനത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന അടയാളം മറ്റുള്ളവർക്ക് അനുഭവമാകും വിധത്തിൽ ഇനിമേൽ ലഭിക്കുകയില്ല. ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, മക്കളെ, സുഗന്ധത്തിൻ്റെ അടയാളമായി നിങ്ങൾ ഈ അമ്മയോടൊപ്പം അണിചേരുക. നമുക്ക് പലപ്പോഴും അഭിഷേകമായിട്ട് സുഗന്ധം ലഭിക്കാറുണ്ട്. അമ്മ പറയുക, അതൊത്തിരി പേര് അനുഭവത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ ആ സുഗന്ധാഭിഷേകം ലഭിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു മാനസാന്തരമാകരുത് നമ്മുടേത്. അമ്മ പറയുന്നു, മാനസാന്തരമാണ് ഏറ്റവും വലിയ അടയാളം. മറ്റ് അത്ഭുതങ്ങൾ, അടയാളങ്ങളൊന്നുമല്ല. ഏറ്റവും വലിയ അടയാളം മാനസാന്തരമാണ്. അതെപ്പോഴാണ് സംഭവിക്കുക? വിശുദ്ധി നിറഞ്ഞ നമ്മുടെ ജീവിതം വിശുദ്ധിയുടെ പരിമളം കൊണ്ട് നിറയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ അടയാളങ്ങളായിട്ട് മാറുകയാണ് ഈ ലോകത്ത്. അതാണ് ഏറ്റവും വലിയ അടയാളം. അല്ലാതെ കുറേ അത്ഭുതങ്ങൾ കണ്ടു, കുറേ അടയാളങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചു, അത്ഭുതങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചു, ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടി. പക്ഷെ അതൊന്നും മറ്റുള്ള ഒരു ആത്മാവിനെയെങ്കിലും യേശുവിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്നില്ലെങ്കിൽ നീ യേശുവിൻ്റെ അടയാളമല്ല. നിന്നിലുള്ള മാനസാന്തരം പൂർണ്ണമല്ല. അതിലെവിടെയോ കുഴപ്പമുണ്ട്. നമുക്ക്
യേശുവിൻ്റെ അടയാളമായിട്ട് മാറാം. നമുക്കൊന്നു ചേർന്ന് ദൈവപിതാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കൃപകൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. യഥാർത്ഥ മാനസാന്തരം ലഭിച്ച മക്കളുടെ വലിയൊരു കൂട്ടായ്മ ഈ ലോകത്തുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും സ്വീകരിക്കാൻ സാധിക്കും. യേശുവിൻ്റെ പരിമളം കൊണ്ട് ലോകം നിറയും. പാപത്തിൻ്റെ ദുർഗന്ധം ലോകത്തിൽ നിന്ന് മാറിപ്പോകും. അതാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ആത്മനാശം കണ്ട് വേദനിക്കുന്നതോടൊപ്പം വേദനയോടെ ഒരു കാര്യം നിങ്ങളെ അനുസ്മരിപ്പിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പല സന്ദേശങ്ങളും നിങ്ങൾ ഗവനിക്കാതെയും അനുസരിക്കാതെയും ചെയ്യുന്നത് എനിക്കേറെ വേദനാജനകമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2001 നവംബർ 2 അമ്മ ഇത് പറയുന്നത്. നമ്മുടെ ലോകത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒത്തിരി സന്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ? ഈശോ പറഞ്ഞത് ഓർമ്മിപ്പിക്കലാണ്. ഇത് ഒത്തിരി സ്ഥലങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലതും നമ്മൾ ഗവനിക്കുന്നില്ല. അമ്മയ്ക്ക് അതിൽ സങ്കടമുണ്ടെന്ന് അമ്മ പറയാം. അമ്മ പറയുന്നു, നിങ്ങൾ എത്ര വേദനിപ്പിച്ചാലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനേ കഴിയൂ. സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന 2 ഹൃദയങ്ങളെക്കുറിച്ച് ഇതിനു മുൻപുള്ള സന്ദേശത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ എത്ര വേദനിപ്പിച്ചാലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അമ്മയാണ് നമ്മുടെ അമ്മ. മക്കളെ, ഇനിയും എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അനുസരിക്കണമെന്നാണ് എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും ഹൃദയ അഭിലാഷം. അതിനാൽ വചനമനുസരിക്കുക, പരിശുദ്ധ കുർബാനയിലും ജപമാല ഭക്തിയിലും ഉപവാസത്തിലും കുമ്പസാരത്തിലും തീക്ഷ്ണതയുള്ളവരാകുക, എൻ്റെ സന്ദേശങ്ങൾ ധ്യാനിക്കുക, ജീവിക്കുക, അനുസരണത്തിലും എളിമയിലും പാപത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയെ പുൽകുക. ഇനിയും ഇപ്രകാരം വളരെ ഞാൻ സംസാരിക്കില്ല. ഇത്രയും സംസാരിച്ചതെല്ലാം നാം കേട്ടാൽ മതി. ഇനി അമ്മ ഒത്തിരി സംസാരിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ല. അമ്മ സംസാരിക്കുന്നത് മൗനമായിട്ടായിരിക്കും, നമ്മൾ സാന്നിധ്യം കൊണ്ടായിരിക്കും. അമ്മ സംസാരിക്കാതിരിക്കുകയല്ല, അമ്മയുടെ മൗനം പോലും സംസാരിക്കുന്നതായിട്ട് മക്കൾ സ്വീകരിക്കണം. അമ്മയുടെ മൗനം മക്കളോട് പലതും സംസാരിക്കുന്നുണ്ട്. ഈ വിമല ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മക്കളെ, ഈ ഹൃദയം നിങ്ങളുടെ സ്വന്തമാണ്. അമ്മയുടെ ഹൃദയം സ്വന്തമാക്കിയാൽ അമ്മ എപ്പോഴും നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത് ഈശോയെക്കുറിച്ചാണ്. ഈശോ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ പറഞ്ഞില്ലേ? പിതാവിൻ്റെ ഹിതം നിറവേറ്റി ജീവിച്ച കർത്താവ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അമ്മ ജീവിച്ചിട്ടുള്ളതും അതാണ്. ഈശോയുടെ ഹിതം നിറവേറ്റുകയായിരുന്നു അമ്മയുടെയും ഭക്ഷണം. അങ്ങനെ ദൈവഹിതം നിറവേറ്റുന്ന മക്കൾ ദൈവഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണമെന്ന്, എൻ്റെ ശരീരത്തിനെ പോഷിപ്പിക്കുന്നതെന്ന്, എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുന്നതെന്ന് വിശ്വസിച്ച് ദൈവനന്മയിൽ നിലനിൽക്കുക. മക്കളെ, ഈ ഹൃദയം നിങ്ങളുടെ സ്വന്തമാണ്. സ്വന്തമായതിനെ തള്ളിക്കളയരുതേ. സ്വന്തമായതിനെ തള്ളിക്കളഞ്ഞിട്ട് അമ്മ വേണ്ട, പരിശുദ്ധ അമ്മ വേണ്ട, അമ്മയെ സ്നേഹിക്കേണ്ട, അമ്മയെ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഈ ലോക മക്കളുടെ കൂട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നേ. പരിശുദ്ധ അമ്മ ഉറപ്പേകുന്നു. മക്കളെ, പരിശുദ്ധ അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് പരിശുദ്ധ അമ്മയെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ ലോകത്തിനാകില്ല. അമ്മയില്ലാതെ സ്വർഗത്തിലെത്താനായിട്ട് നമുക്ക് പറ്റില്ല. അമ്മ പറയുന്നുണ്ട്, ഈ ഹൃദയം നിങ്ങളുടെ സ്വന്തമാണെന്ന്. ഈ ഹൃദയം നിങ്ങളുടെ സ്വന്തമാണ്. പരിശുദ്ധ അമ്മയുടെ സ്വന്തം മക്കളിൽ അമ്മയുടെ ഹൃദയമുണ്ട്. ആ ഹൃദയം നമ്മിൽ ചേർന്നിരിക്കുന്നു. ആ ഹൃദയത്തെ പരിശോധിക്കുന്നവൻ അമ്മയുടെ ഹൃദയം നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കും. ആ ഹൃദയം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളിൽ കുറവ് കാണും. ആ കുറവോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മയെ തള്ളിക്കളയരുതേ. യേശുവിൻ്റെ ഹൃദയത്തണലിലേക്ക്
അമ്മയുടെ ഹൃദയവുമായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അമ്മ പറയുന്നു, യേശുവിൻ്റെ ഹൃദയത്തണലിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കാമെന്ന് സമാധാനം നൽകിക്കൊണ്ട് ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ യേശുവിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾ കേൾക്കുന്നു. ആമേൻ. നമുക്കും ആമേൻ പറയാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെക്കുറിച്ച്, സന്ദേശങ്ങളെക്കുറിച്ച്, അമ്മയുടെ ഹൃദയം നമ്മുടെ സ്വന്തമാക്കി അമ്മ തന്നതിനെക്കുറിച്ച് നമുക്ക് ആനന്ദിക്കാം. പരിശുദ്ധ അമ്മ 2001 നവംബർ 2 വെളിപ്പെടുത്തിയ സന്ദേശത്തെയും ചിത്രത്തെയും കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ സന്ദേശം ഞാൻ വായിക്കാം ഇപ്പോൾ. ചിത്രത്തെക്കുറിച്ച് അമ്മ പറയുന്നു, ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ഭൂഗോളം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ എന്താണ് ഈ ചിത്രമെന്ന് പറയാതിരിക്കാൻ ആവില്ല. നിങ്ങൾ എനിക്ക് പുറകെ കാണുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപമുണ്ട്. സക്രാരി ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ജപമാല കരങ്ങളിൽ വിടർത്തിപ്പിടിച്ച് പിതാവിൻ്റെ ആശീർവാദത്തോടെ പരിശുദ്ധാത്മ ശക്തി സ്വീകരിച്ചുകൊണ്ട് മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ ഒരു ഭൂഗോളത്തിന് മേലെ വന്നു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപമുണ്ട് ഇവിടെ. ഈ ഒരു തിരുസ്വരൂപം ഒരു ചിത്രമായിട്ട് നാളുകൾക്ക് മുൻപ് ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും ഈ കഞ്ചിക്കോട് ശുശ്രൂഷ വഴി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഈ സന്ദേശം നൽകുമ്പോൾ അമ്മ വന്നത് ഇങ്ങനെയാണ്. അമ്മയുടെ സ്വർഗീയ സൗന്ദര്യം ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാനായി ശ്രമിച്ചു എന്ന് മാത്രം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സക്രാരിയുണ്ട്, അവിടെ ഈശോ ഉണ്ട്. അമ്മ ഭൂഗോളത്തിന് മേലെ നിന്നുകൊണ്ട് 1/4 ഭാഗം ചുറ്റിയിരിക്കുന്ന ഒരു സർപ്പത്തെ കാണിച്ചു തന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, ലോകത്തിൻ്റെ 1/4 ഭാഗത്തോളം തിന്മ വിഴുങ്ങിക്കഴിഞ്ഞു. അവശേഷിക്കുന്ന 1/4 ഭാഗം, മക്കളെ, 1/4 ഭാഗം വിഴുങ്ങാൻ സാത്താൻ ഒരുങ്ങി നിൽക്കുന്നു. ഈ സമയത്താണ് പരിശുദ്ധ അമ്മ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നു, വിശുദ്ധ കുർബാനയും ജപമാല ഭക്തിയും വഴിയല്ലാതെ, ഈ 2 ആയുധങ്ങൾ വഴിയല്ലാതെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കളെ നിങ്ങൾക്ക് ആകില്ലെന്ന്. ലോകത്തെ രക്ഷിക്കാനായി അമ്മ വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സുകളാണ് പരിശുദ്ധ കുർബാനയും ജപമാല ഭക്തിയും. ജപമാല കരങ്ങളിലേന്തി സ്നേഹത്തോടെ മക്കളെ നോക്കി വിശുദ്ധ കുർബാന ഹൃദയത്തിലേന്തി ആദ്യ സക്രാരിയായിട്ട് നമുക്ക് മുൻപിൽ വന്നു നിൽക്കുന്ന അമ്മ. ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ വായിക്കാം. ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ഭൂഗോളം. ഭൂഗോളത്തിൻ്റെ 4/3 ഭാഗം സർപ്പം ചുറ്റിയിരിക്കുന്നു. 1/4 ഭാഗം വിഴുങ്ങാൻ സർപ്പം വാ പിളർന്ന് നിൽക്കുന്നു. തീയും പൊടിയും പുകയും കാറ്റും ഭീകര ശബ്ദങ്ങളും നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ ലോകത്ത്. എങ്ങും അസമാധാനം. അമ്മയെ ഞാൻ കണ്ടപ്പോൾ ഈ അന്തരീക്ഷമാണ് അമ്മ മനസ്സിലാക്കി തന്നത്. അപ്പോഴതാ ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവ് പിതാവായ ദൈവത്തിൻ്റെ ആശീർവാദ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മ സഹായത്താൽ ലോകത്തെ രക്ഷിക്കാൻ 2 ദിവ്യ ആയുധങ്ങളുമായി കടന്നു വരുന്നു. മാലാഖമാർ വീണകളും തമ്പുരുകളും മീട്ടുന്നു. എളിമയുടെ പര്യായമായ അമ്മ ശാന്തതയും ഒപ്പം തീക്ഷ്ണതയും ഗാംഭീര്യവും നിറഞ്ഞ മുഖഭാവത്തോടെ അറപ്പോടും വെറുപ്പോടും കൂടെ സാത്താനെ നോക്കുന്നു. അവൻ്റെ തലയെ ചവിട്ടി തകർക്കുന്നു. ഈ തകർക്കൽ സാധ്യമാകുന്നതിനെ കുറിച്ച് അമ്മ മക്കളോട് പറയുന്നു. ഇതാണ് ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം. അമ്മ പറയുന്നു, മക്കളെ, എൻ്റെ വിമല ഹൃദയമാകുന്ന സക്രാരിയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തി വഴിയും, ഒന്നാമത്തെ ആയുധം, അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ജപമാല പ്രാർത്ഥന, രണ്ടാമത്തെ ആയുധം. ഇവ വഴിയും മാത്രമേ സാത്താൻ്റെ തല തകർക്കപ്പെടുകയുള്ളൂ. മക്കളെ, ദിവ്യസക്രാരിയുടെ അരികിലേക്ക് ഓടിയണയുവിൻ. തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. ദിവ്യസക്രാരിയുടെ അരികിലേക്ക് ഓടിയണയുവിൻ. ദിവ്യസക്രാരി എന്താണ്? അമ്മയുടെ വിമല ഹൃദയമാണ്. അവിടെ അമ്മയുണ്ട്. ആ അമ്മയുടെ ഹൃദയത്തിലിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക്
ഓടിയണയുവിൻ, തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. പരിപൂർണമായ അനുതാപത്തോടും സ്നേഹത്തോടും ഭയഭക്തി ആദരവോടും കൂടെ സമർപ്പണം നടത്തി ബലിയർപ്പണം നടത്തുവിൻ. പങ്കുപറ്റുവിൻ. അതിൽ അത്ഭുതകരമായ ശക്തിയും ധൈര്യവും പകരുന്ന ദിവ്യകാരുണ്യനാഥന്റെ ഹൃദയ സക്രാരിയിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു തുള്ളി പകരാൻ തൽപരരാകുവിൻ. അനേക ദൈവദോഷങ്ങളെ അത് ശമിപ്പിക്കും. ഒരുപാട് ദൈവദോഷങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ ശമിപ്പിക്കാൻ ദിവ്യകാരുണ്യ ആരാധന നടത്തുവിൻ. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവിൻ. താല്പര്യത്തോടുകൂടെ പങ്കെടുക്കുവിൻ. എൻ്റെ നിർമ്മലമായ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളവും ഉത്ഥാനാന്തരം മഹിമ പ്രതാപത്തോടുകൂടെ ദർശിച്ചപ്പോൾ വരെയും ഇപ്പോൾ നിരന്തരവും. നേരത്തെ നമ്മൾ കേട്ടല്ലോ, നിർമ്മലമായ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ദിവ്യകാരുണ്യ ജീവിതത്തിൽ ഉടനീളവും ഉത്ഥാനാന്തരം മഹിമ പ്രതാപത്തോടെ ദർശിച്ചപ്പോഴും ഇപ്പോൾ നിരന്തരവും സ്വർഗത്തിൽ നിരന്തരവും ഈ അമ്മ അവിടുത്തെ ആരാധിക്കുന്നു. യേശുവിനോടും അവിടുത്തെ തിരുഹൃദയത്തോടും യോജിച്ച് വിശുദ്ധ കുർബാനയിലെ കാരുണ്യവുമായി ഗാഠബന്ധം പുലർത്തി വിമല ഹൃദയമാകുന്ന ദിവ്യ സക്രാരിക്ക് ചുറ്റും നിങ്ങളുടെ ജീവിത ചക്രം തിരിക്കുവാൻ ഈ അമ്മയെ അനുവദിക്കുക. തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലുക. തീർച്ചയായും സാത്താൻ്റെ തല തകർക്കപ്പെടും. മക്കളെ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അവിടെ ഒരു മാറ്റമില്ല. വിമല ഹൃദയ വിജയം സാധ്യമാകേണ്ട സമയമായി. ഇരുണ്ട മേഘങ്ങളെ തൂത്തെറിയാൻ സകല ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും സമുദായങ്ങളെയും ലോക സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കാൻ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ബലിയർപ്പണം വഴി ജപമാല വഴി നമുക്ക് ഒന്നിച്ചു പോരാടാം. അമ്മ എപ്പോഴും പറയുമ്പോൾ മക്കളെ, നമുക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് കേൾക്കണം. അമ്മ ഉറപ്പ് തരുന്നു. വിമല ഹൃദയം വിജയിക്കേണ്ട സമയമായി. പ്രിയപ്പെട്ടവരെ, ഇരുണ്ട മേഘങ്ങളെ തൂത്തെറിയപ്പെടണം. ലോകത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ ഇരുളിമയെ നമുക്ക് തൂത്തെറിയണം. ഇരുളിൻ്റെ പൂജാരികളാകാതെ പ്രകാശത്തിൻ്റെ പ്രവാചകരാകാനുള്ള വിളിയാണ് പരിശുദ്ധ അമ്മ ഇതുവഴി നമുക്ക് നൽകുന്നത്. പ്രകാശത്തിൻ്റെ പ്രവാചകരായി നാം ജീവിക്കണം. ഈ ലോക സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കാൻ ബലിയർപ്പണത്തിന് പറ്റും. സകല ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും സമുദായങ്ങളെയും ലോകത്തെ തന്നെയും മാറ്റിമറിക്കാൻ ദിവ്യകാരുണ്യത്തിന് പറ്റും. വിശുദ്ധ കുർബാനയ്ക്ക് സാധിക്കും. ജപമാല ഭക്തിയോടെ അർപ്പിക്കുന്ന മക്കൾക്ക് സാധിക്കും. തികച്ചും നവീനവും സമാധാനപരവുമായ ഭൗമിക പറുദീസായുടെ അനുഭവത്തിൽ പ്രവേശിക്കാൻ വിശ്വസ്തരായ മക്കൾക്ക് സാധിക്കും. അതിനാൽ ദിവ്യ സക്രാരിയുടെയും അൾത്താരയുടെയും അരികിൽ സന്നിഹിതയാകുന്ന ദിവ്യകാരുണ്യ മാതാവിനെ ശ്രവിക്കൂ, അനുസരിക്കൂ. ഈ ചിത്രവും സന്ദേശവും പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഞാൻ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഇത് സ്ഥാപിക്കുന്ന ഇടങ്ങൾ സന്ദേശം ഉൾക്കൊള്ളുന്നവർ അനുഗ്രഹിക്കപ്പെടും. അമ്മയുടെ ഉറപ്പാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അനേക മക്കള് ഈ ചിത്രം സ്വീകരിച്ചിട്ട് ഒരു ചിത്രത്തെ, ഒരു കടലാസ് കഷ്ണത്തിലുള്ള മാതാവിനെ ആരാധിക്കുകയല്ല, അതിൽ പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എന്തിനെയെങ്കിലും ആരാധിക്കുകയല്ല, ആ ഭൂമിയെ വിഴുങ്ങി നിൽക്കുന്ന, ലോകത്തെ വിഴുങ്ങി നിൽക്കുന്ന സർപ്പത്തെ ആരാധിക്കുകയല്ല, ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യ സക്രാരിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യമാകുന്ന യേശുവിനെ പരിശുദ്ധ അമ്മയോടൊപ്പം ആരാധിക്കുകയും അതിൽ വിശ്വാസമർപ്പിക്കുകയും ആ ചിത്രത്തിലൂടെ അതിനുള്ള പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളെ, അത് പ്രചരിപ്പിക്കുന്ന മക്കളെ അമ്മ അനുഗ്രഹിക്കും, ഈശോ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പ് തന്നത് എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്. അനേകരുടെ സാക്ഷ്യങ്ങളുണ്ട് ഇവിടെ. അനേകർ ഇത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഈ ചിത്രം ഒന്ന് വരച്ചെടുക്കുവാൻ വേണ്ടി വലിയ വലിയ കഷ്ടങ്ങളും സഹനങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായി. ലക്ഷക്കണക്കിന് വിശുദ്ധ കുർബാനയർപ്പിച്ച്, ലക്ഷക്കണക്കിന് ജപമാലയർപ്പിച്ച്
ഒരുക്കത്തോടു കൂടെയാണ് ഈ ചിത്രം വരയ്ക്കാനായിട്ട് സാധിച്ചത്. അതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ എനിക്ക് സമയമില്ല, എങ്കിലും ഞാൻ പറയാം. ഇത് സ്ഥാപിച്ചിടങ്ങള് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച മക്കള് അനുഗ്രഹീതരായിട്ടുണ്ട്. അവർക്ക് സഹനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അമ്മ പറഞ്ഞിട്ടുള്ളത്. സഹനങ്ങളെ രക്ഷാകരമാക്കാൻ അമ്മ സഹായിക്കും. മക്കളെ, ദിവ്യകാരുണ്യനാഥനായി ഹോമിക്കപ്പെട്ട ബലിവസ്തുവായി കഴിയുന്ന യേശുവിനോട് ചേർന്ന് ഈ അമ്മയും നിങ്ങളെ ആശീർവദിക്കുന്നു. കാരുണ്യത്തിന്റെ സക്രാരികളായിട്ട് പുതിയ ആകാശവും ഭൂമിയും സംജാതമാകുവാൻ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും മുന്നേറൂ. നമ്മളൊരു ചിത്രം കണ്ടു, ഇതിനെക്കുറിച്ച് കേട്ടു, അത് വാങ്ങി വീട്ടിൽ വെച്ചു, അതുകൊണ്ട് മാത്രം ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. അമ്മ പറയുന്നു, കാരുണ്യത്തിൻ്റെ സക്രാരികളായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുക. ദൈവിക അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ, തിരിച്ചറിവോടെ സ്വീകരിക്കാൻ സാധിക്കുക. കരുണ നിറഞ്ഞ ഒരു മുഖം, കരുണയുടെ ഒരു ജീവിതം നമുക്ക് വേണം. ദിവ്യകാരുണ്യനാഥനെ ഉൾക്കൊണ്ടിരിക്കുന്ന കരുണയുടെ അമ്മയായ പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മ ഒരു ചലിക്കുന്ന സക്രാരിയായിരുന്നല്ലോ. ആവശ്യങ്ങളിൽ ആവശ്യക്കാർക്കരികെ ഓടിയെത്തുന്ന അമ്മ, എലിസബത്തിന്റെ അരികെ ഓടിയെത്തിയ അമ്മ, കാനായിലെ കല്യാണവേളയിൽ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മ കാരുണ്യത്തിന്റെ സക്രാരിയായിരുന്നു. കാനായിലെ കല്യാണവേള എന്ന് പറയുമ്പോൾ ഒരു കാര്യം അമ്മയെ മനസ്സിലാക്കി തന്നത് പറയട്ടെ. കാനായിലെ കല്യാണവേളയിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഏറ്റവും ആദ്യം അത് അറിഞ്ഞത് ഈശോ ആയിരിക്കണം, ഈശോ ആണ്. പക്ഷെ ഈശോ വെയിറ്റ് ചെയ്തു. അമ്മയിലൂടെ ആ ആഗ്രഹം, ആ കരുണ, ആ അത്ഭുതം, ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം അവിടെ പ്രവർത്തിക്കാൻ അമ്മ പറയാനായിട്ട് ഈശോ വെയിറ്റ് ചെയ്തു. അതാണ് അമ്മയുടെ കൃപ, അതാണ് അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തി. അമ്മ പറഞ്ഞതേ ഉള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യാനും അമ്മ പറഞ്ഞു. അതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി. അമ്മയെ തള്ളിക്കളയരുത് കേട്ടോ, അമ്മയെ തള്ളരുതേ കുഞ്ഞേ. നിന്റെ ജീവിതത്തെ ഏറ്റവും ആദ്യം അടുത്തറിയുന്ന കർത്താവ് നിന്റെ കൂടെയുള്ളപ്പോൾ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ഉണർത്തുപാട്ട് എപ്പോഴും കർത്താവിൻ്റെ കാതുകളിൽ ഈ അമ്മ ഉണർത്തിക്കൊണ്ടിരിക്കും. നിന്റെ കുറവുകളെ മാറ്റി നിറവുകളാക്കാൻ, നിന്റെ തളർച്ചയിൽ താങ്ങാകാൻ, സ്നേഹരാഹിത്യം അനുഭവിക്കുമ്പോൾ സ്നേഹമാകാൻ, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂട്ടാകാൻ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും 48ാമത്തെ സന്ദേശം 2001 ഡിസംബർ 8 പരിശുദ്ധ അമ്മ നൽകി. അമ്മ പറഞ്ഞു, കുഞ്ഞുമക്കളെ, മനുഷ്യവർഗം മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പരാജയത്തിൻ്റെയും വേദനകൾ അനുഭവിക്കുന്നത് കണ്ട് പുത്രനെ തന്നെ മോചനദ്രവ്യമായി നൽകാൻ പിതാവായ ദൈവം തിരുമനസ്സാകുകയും അമലോത്ഭവയായ നിങ്ങളുടെ അമ്മയായ എന്നെ അതിനുള്ള കവാടമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത സ്നേഹത്തെ ആദരവോടെ നിങ്ങൾ അനുസ്മരിക്കുന്നുണ്ടല്ലോ. മാതൃത്വ സഹകരണത്തോടെ പാപമോചകനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. സൗഖ്യം, സ്നേഹം, സമാധാനം ഇവയിലൂടെ മക്കളെ നയിച്ച് പീഡാനുഭവവും കുരിശുമരണവും വഴി തന്നെ മോചനദ്രവ്യമായി മാനവകുലത്തിനേകി പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റി. എന്നാൽ മക്കളെ, സ്നേഹം ഇന്ന് സ്നേഹിക്കപ്പെടുന്നില്ല. ക്രൂശിതനോട് ലോകമക്കൾക്ക് പുച്ഛമാണ്. ലോകാരൂപിയുടെ സമ്പന്നതയിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. മക്കളെ, സ്രഷ്ടാവിനെ വെല്ലുവിളിച്ച് ജീവിക്കരുത്. പരിശുദ്ധ അമ്മ പറയുന്നു, സ്നേഹം എന്താ? യേശു സ്നേഹമാണ്. ആ സ്നേഹം ഇന്ന് സ്നേഹിക്കപ്പെടുന്നില്ല. ക്രൂശിതനോട് ലോകമക്കൾക്ക് പുച്ഛമാണ്. ലോകത്തെ സ്നേഹിച്ചു ദൈവം, മനുഷ്യനെ സ്നേഹിച്ചു ദൈവം. അതിൻ്റെ അടയാളമായിട്ട് അവിടുന്ന് ക്രൂശിലേറി ലോകത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് അടികളേറ്റ് പരിഹാരം ചെയ്ത്, കുരിശുമരണം വഴി അതിന് പരിഹാരം ചെയ്തിട്ട് ആ ക്രൂശിതനെ സ്നേഹിച്ചവനെ കണ്ട ലോകം ഇന്ന് ക്രൂശിതനെ സ്നേഹിക്കുന്നില്ല, പുച്ഛിക്കുന്നു.
ലോക അരൂപിയുടെ സമ്പന്നതയിലാണ് പുച്ഛ മനോഭാവത്തോടെ ലോകം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങും അസമാധാനമാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഗന്ധം ലോകത്ത് നിറഞ്ഞു നിൽക്കുകയല്ലേ? ആ സമയത്താണ് മനുഷ്യൻ ചോദിക്കുന്നത്, ദൈവം എവിടെ? മനുഷ്യ, നീ ചോദിക്ക്, നീ എവിടെ? അതാണ് ഇതെല്ലാം നിന്നോട് ചോദിക്കുന്നത്. പാപം പെരുകി, അസമാധാനം നിറഞ്ഞു, മരണവാർത്തകൾ നിറഞ്ഞു, മേൽക്കുമേൽ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ മരണം സംഭവിച്ചിട്ട്, പാപത്തിൻ്റെ മരണം സംഭവിച്ചിട്ട് ലോകമക്കൾ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്നു, മഹാമാരിയിൽ അസമാധാനം അനുഭവിക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും വെല്ലുവിളിക്കുക, ദൈവം എവിടെ? പരിശുദ്ധ അമ്മ പറയുന്നു, മക്കളെ, സൃഷ്ടാവിനെ വെല്ലുവിളിച്ച് ജീവിക്കല്ലേ. നീ നിന്നോട് ചോദിക്ക്, നീ എവിടെ? നീ എവിടെ നിൽക്കുന്നു? ആദത്തോട് ദൈവം ചോദിച്ചു, ആദം നീ എവിടെ? പാപം ചെയ്ത ആദത്തിന് ദൈവത്തെ നേരിടാൻ കഴിഞ്ഞില്ല. ആദം മറഞ്ഞു നിന്നു. ഇന്ന് നമ്മൾ മറഞ്ഞു നിൽക്കുന്നത് എവിടെയാ? പാപത്തിന്റെ മറയിലോ? മരണത്തിന്റെ മറയിലോ? ലോക അരൂപിയുടെ മറയിലോ? ഏതോ ഒന്നിന്റെ മറയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നു. ദൈവം ചോദിക്കുന്നു, കുഞ്ഞേ നീ എവിടെ? പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട സമയമാണിത്. നമ്മൾ എവിടെ? നമ്മൾ ദൈവത്തിലായിരുന്നെങ്കിൽ നമ്മൾ ദൈവം എവിടെ എന്ന് ചോദിക്കില്ല. ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്ന ഹൈന്ദവരായി ജീവിച്ചിരുന്ന മക്കളോട് പലരും ചോദിക്കാറുണ്ട് കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ഇപ്പോൾ നീ വിശ്വസിക്കുന്ന ദൈവം എവിടെയെന്ന്. അവരുടെ സഹനങ്ങൾ വലുതാണ്. നമ്മളൊക്കെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പാപത്തിന്റെ ചവിറ്റുകൊട്ടയിൽ നിന്ന് ഓടി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് വന്ന് ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ഈ ചോദ്യം നമ്മിൽ നിന്നും നമ്മുടെ സഹചരിൽ നിന്നും ഉയരുമായിരുന്നില്ല. എൻ്റെ മാതൃഹൃദയം നിങ്ങളുടെ പാപഭാരത്താൽ തളരുന്നു. അമ്മയുടെ മക്കൾ പാപം ചെയ്യുമ്പോൾ അമ്മയുടെ ഹൃദയം കൂടെയാ തളരുന്നത്. എൻ്റെ തിരുക്കുമാരൻ നിങ്ങളിലൂടെ അവഗണിക്കപ്പെടുന്നത് എന്നെയും വേദനിപ്പിക്കുന്നു. മക്കളെ, നെടുവീർപ്പുകളോട് ഈ അമ്മ നിങ്ങളോട് പറയുന്നു, ദൈവീക തീക്ഷ്ണതയും വിശുദ്ധിയുമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യ മക്കളുടെ ആത്മാക്കളാണ് എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും സമ്പത്ത്. അങ്ങനെ ജീവിക്കുന്ന മക്കളുണ്ട് ഈ ലോകത്ത്. ദൈവീക നന്മയിൽ ആശ്രയിച്ചുകൊണ്ട് തീക്ഷ്ണതയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന അനേക മക്കളുണ്ട്. അത് അമ്മയുടെയും ഈശോയുടെയും സമ്പത്താണ്. നമ്മുടെ സമ്പത്ത് എന്താ? ഏക്കർ കണക്കിന് സ്ഥലം, കുറെ സ്വർണം, കോടിക്കണക്കിന് സമ്പത്ത്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ആയിരിക്കാം. സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ കുറെ കൂട്ടുകെട്ടുകളായിരിക്കാം, മദ്യമായിരിക്കാം, ലഹരിയായിരിക്കാം, കോപമായിരിക്കാം, പാപമായിരിക്കാം, ഒരുപക്ഷെ നമ്മളുടെയൊക്കെ സമ്പത്ത്. എന്നാൽ അമ്മ പറയാ, വിശുദ്ധിയിൽ ജീവിക്കുന്ന എളിമയുള്ള തീക്ഷ്ണതയുള്ള ആത്മാക്കളാണ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സമ്പത്ത്. എന്നാൽ ഞങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുവായ സാത്താൻ വിജയം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളെ കളിയാക്കാൻ പോലും ധൈര്യപ്പെടുന്നു. കാരണം സാത്താന്റെ സമ്പത്ത് വർദ്ധിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? എളിമയുള്ള, തീക്ഷ്ണതയുള്ള, വിശുദ്ധിയുള്ള, പ്രാർത്ഥനയുള്ള മക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതൊന്നും ഇല്ലാത്തവരുടെ എണ്ണം കൂടി വരുന്നു. ഒരു ചോദ്യത്തിന് മറുചോദ്യം കൊടുത്ത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാതെ, ഒരു ചകിട്ട് തടിക്കുന്നവന് മറുചകിട് കാണിച്ചു കൊടുക്കാതെ, ഒരു കുറ്റത്തിന് 10 കുറ്റം എതിർത്ത് പറഞ്ഞ് അശ്ലീലതകളും സഭയുടെ പാരമ്പര്യത്തിനും ക്രിസ്തീയ പാരമ്പര്യത്തിനും യോജിക്കാത്തതുമായിട്ടുള്ള തിന്മയുടെ ജീവിതം നയിച്ചിട്ട് ജീവിക്കുന്ന മക്കൾ ലോകത്ത് കൂടുമ്പോൾ, എണ്ണം പെരുകുമ്പോൾ കർത്താവിൻ്റെ സമ്പത്ത് ക്ഷയിക്കും. പക്ഷേ സാത്താൻ കളിയാക്കിയാലും അവൻ വിജയിക്കില്ല. അവൻ വിജയിക്കുന്നു എന്നുള്ളൊരു ആഘോഷം ലോകത്ത് അഴിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സുമടുക്കണ്ട. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിനക്കൊരു സമയമുണ്ട്. ഇതാണ് ആ സമയം. തിരിച്ചു വന്ന്
ഏറ്റവും ലാളിത്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുക. തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യമക്കളെ വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വരത്തിന് നേരെ കാതുകളടച്ച് പാപസുഖം അനുഭവിച്ച് സാത്താൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മക്കളെ, വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത, അതായത് ഒരു തിരിച്ച് കൊണ്ടുവരുന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് ഈശോ വിളിക്കുന്നുണ്ട്. നമുക്ക് ആ സ്വരം കേൾക്കാം കേട്ടോ. ഈശോ വിളിക്കുന്ന സ്വരം. നീ ഏതവസ്ഥയിലായിക്കോട്ടെ വിഷമിക്കേണ്ട കുഞ്ഞേ, യേശുവിൻ്റെ സ്വരം കേൾക്ക്. പാപസുഖം അനുഭവിച്ച് സാത്താൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മക്കളെ, തിരിച്ചു വാ, തിരിച്ചു വരുവിൻ. എൻ്റെ തിരുക്കുമാരൻ്റെ ദിവ്യഹൃദയത്തിൻ്റെ ആഴമളക്കാൻ തൃണതുല്യമായ നിങ്ങളുടെ ജീവിതം കൊണ്ട് പരിശ്രമിക്കരുത്. തുലോ നിസ്സാരമല്ലേ നമ്മുടെ ജീവിതം? ഇന്ന് മുളച്ച് നാളെ വാടി തീയിൽ എറിയപ്പെടുന്ന തൃണസദൃശ്യമാണ് നമ്മുടെ ജീവിതമെന്ന് സങ്കീർത്തകൻ പറയുന്നു. ഈ ജീവിതം കൊണ്ട് നമുക്ക് നേടേണ്ടത് ദൈവത്തെയാണ്. അതുകൊണ്ട് ലോകത്തെ നേടേണ്ട. എത്ര സങ്കടമാണെങ്കിലും വിഷമിക്കേണ്ടെന്നേ. ഈശോ വിളിക്കുന്നുണ്ട് നിനക്ക് സ്വർഗം തരാൻ, ആ സങ്കടത്തിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ. ഹൃദയ കവാടങ്ങൾ തുറക്കൂ, ഒന്ന് തുറന്നു കൊടുക്ക്. മക്കളെ, സംഭവിക്കാനിരിക്കുന്ന ഭയങ്കരമായ ശിക്ഷാവിധിയെക്കുറിച്ച് ചിന്തിക്കൂ. ഇത്രയും സംഭവിച്ചതല്ല, ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അമ്മ പ്രവചിച്ചിരിക്കുന്നു. നിങ്ങളുടെ രക്ഷ സാധ്യമാക്കാനുള്ള ഈ അമ്മയുടെ പരിശ്രമത്തെ നിങ്ങൾ സ്വീകരിക്കൂ. ഈ അമലോത്ഭവ ഹൃദയം നാളിതുവരെ നിങ്ങളോട് പറഞ്ഞത് അനുസരിക്കൂ. വളരെയധികം പ്രാർത്ഥിക്കൂ. കുറച്ച് പ്രാർത്ഥിക്കാനല്ല അമ്മ മക്കളോട് പറയുന്നത്, വളരെയധികം പ്രാർത്ഥിക്കൂ. ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ട് എത്ര മക്കളോ, ധാരാളം മക്കൾ വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്ക് വലിയൊരു അനുഭവമാണ്, പ്രാർത്ഥിക്കാൻ ഒരു ഉണർവ് ലഭിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു, അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി, ഞങ്ങൾ ജീവിക്കും, വിശുദ്ധിയിൽ ജീവിക്കും, തീരുമാനമെടുത്ത അനേകരുണ്ട്. ഈ കാലയളവിൽ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ട്. സങ്കടങ്ങളുടെ തീക്കനലിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാ, ആ സന്തോഷമാണ് എന്നെ ഇവിടെ ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നത്. പാപത്തെ സാഹചര്യത്തോട് ഉപേക്ഷിക്കൂ. സാഹചര്യത്തോട് ഉപേക്ഷിക്കണം. പാപം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. മദ്യപിക്കാനായിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ ഉപേക്ഷിക്കണം. ആ വ്യക്തിയെ വെറുക്കാനല്ല, ആ സാഹചര്യത്തെ ഉപേക്ഷിക്കണം. നിന്റെ മനസ്സിലുള്ള മദ്യഷാപ്പുകളെ, മദ്യലോഭികളെ എല്ലാം നീ ഉപേക്ഷിക്കണം. അത് നിനക്ക് അജ്ഞാതമായിരിക്കണം. നിന്റെ അന്ധത അതിനോടായിരിക്കണം. നിന്റെ തുറവി ദൈവത്തോടായിരിക്കണം കുഞ്ഞേ. സഹനത്തെ സ്നേഹിക്കൂ. പരിഹാര കുർബാന സ്വീകരണങ്ങൾ കൂടുതലായി നടത്തൂ. കർത്താവിൻ്റെ ബലിവസ്തുക്കളായി തീരൂ. പ്രിയപ്പെട്ട കുഞ്ഞേ, നീ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നീ ഒരു പരിഹാര ബലി അർപ്പിക്കുക. നിനക്ക് വേണ്ടി, നീ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു. അത് പരിഹാര ബലിയായിട്ട് തീരുന്നു. നീ എത്ര വലിയ തെറ്റ് ചെയ്തവനോ, എത്ര വലിയ പാപം ചെയ്തവനോ ആകട്ടെ, വിശുദ്ധ കുംഭസാരത്തിലൂടെ വിശുദ്ധ ബലിയർപ്പണത്തിന് നീ ചെല്ലുമ്പോൾ നിന്റെ പാപങ്ങൾക്കെല്ലാം വേണ്ടി കർത്താവ് ഒരു പരിഹാര ബലിയർപ്പിക്കും. ആ അർപ്പണത്തിൻ്റെ യോഗ്യത നീ സ്വീകരിക്കുമ്പോൾ നിന്റെ നവീകരിക്കപ്പെട്ട ജീവിതത്തിന് വലിയ അനുഗ്രഹം ലഭിക്കൂ. അത് കൂടെ കൂടെ ചെയ്യാനായിട്ടാണ് അമ്മ പറയുന്നത്. അങ്ങനെ നടത്തുമ്പോൾ, അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ ബലി വസ്തുക്കളായി തീരും നമ്മൾ. എല്ലാം നവീകരിക്കാനും തൻ്റെ മഹനീയ ഭരണം പുനഃസ്ഥാപിക്കാനുമായി എൻ്റെ തിരുക്കുമാരൻ വാനമേഘങ്ങളിൽ വരും. കർത്താവിൻ്റെ പ്രത്യാഗമനം സത്യമാണ്. കർത്താവ് വരും. ഇത് നമ്മുടെ ലിറ്റർജിയിലുള്ളതാ, വിശുദ്ധ കുർബാനയിലുള്ളതാ. കർത്താവ് വരും. ഉത്ഥാന ഗീതത്തിൻ്റെ തൊട്ടു മുൻപ് കാർമികൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇപ്രകാരം അതിൻ്റെ അർത്ഥം വരുന്നുണ്ട്: സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ ഏറ്റവും കൃപ നിറഞ്ഞ് സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് കാർമികൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന ചൊല്ലാറില്ലേ? ആ പ്രാർത്ഥനയിലും പറയുന്നുണ്ട്, വാനമേഘങ്ങളിൽ മാലാഖമാരോടൊപ്പം അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ
അവിടുത്തെ സ്വീകരിക്കുവാൻ ഈ ദിവ്യകാരുണ്യ സ്വീകരണം ഞങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാനയിൽ ഇത് നമ്മുടെ ലിറ്റർജി തന്നെ, ആരാധനക്രമത്തിലുള്ളതാ. വിശുദ്ധ കുർബാനയുടെ ഓരോ പ്രാർത്ഥനകളും അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചതിൽ പങ്കെടുക്കണമേ. ഈശോ വരും വാനമേഘങ്ങളിൽ. അപ്പോൾ എല്ലാം നവീകരിക്കാനും തൻ്റെ മഹനീയ ഭരണം പുനഃസ്ഥാപിക്കാനുമായി എൻ്റെ തിരുക്കുമാരൻ വാനമേഘങ്ങളിൽ വരും. എന്നോടൊത്ത് കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ഹൃദയ സമാധാനത്തിലും ആത്മവിശ്വാസത്തിലും ജീവിക്കൂ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അമ്മയുടെ ആശംസയാണ്. അതുകൊണ്ട് അമ്മ ഈ സന്ദേശത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. അരുതായ്മകൾക്ക് നേരെ കാതുകളടയ്ക്കാം. പാപത്തിൻ്റെ സുഖം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിച്ച് സാത്താൻ്റെ സമ്പത്തിനെ നമുക്ക് ക്ഷയിപ്പിക്കാം. യേശുവിൻ്റെ സമ്പത്തായ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാം. അനേകം ആത്മാക്കളെ വിശുദ്ധീകരിക്കാം. യേശുവിനായിട്ട് ആത്മാക്കളെ നേടാം. എല്ലാം അറിയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് പരിശുദ്ധ അമ്മ വഴി സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൃപയിൽ നിലനിന്നുകൊണ്ട് പാപത്തെയും ലോകത്തിൻ്റെ പൂർണ്ണതയിൽ എത്താനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവീക നന്മയിലും ദിവ്യകാരുണ്യ അധിഷ്ഠിതമായ ജീവിതത്തിലും ജപമാല ഭക്തിയിലും ഞങ്ങളുടെ സ്വന്തമായ അമ്മയുടെ ഹൃദയം സ്വീകരിച്ച് വളർന്ന് അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വിശിഷ്ട പാത്രങ്ങളായി തീരുവാൻ, അങ്ങയുടെ സമ്പത്തായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.